ആരാ വിളിച്ചേ? ഓ, ജോസഫെന്ന് തോന്നുന്നു. ജോസഫിൻ്റെ സൗണ്ട് കേട്ട പോലെ തോന്നിയില്ലോ. ഇവനെന്തോ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കത്തെ തണുപ്പ് മനുഷ്യന് നടക്കാനും പറ്റുന്നില്ല. ജോസഫേ, എന്ത് കാലാവസ്ഥയത്! ഇന്ന് വർക്കിന് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചതാണ്. ടൂപ്പ് ഇവനെവിടെ ഇവിടെ ഉണ്ടായിരുന്നത് കുറച്ച് മുന്നേ. ജോസഫ്, ആ വരുന്നു. എന്തോ പറ്റിയിട്ടുണ്ടെന്ന് തോന്നിട്ടാ ഈ സമയത്ത്. കൊല്ലും ഇവിടെ മഞ്ഞിൻ്റെ ഈ കാറ്റ് മാത്രമല്ല, മനുഷ്യൻ മനുഷ്യൻ ഫ്രോസണായി പോയിട്ടുണ്ട് ഏകദേശം. അങ്ങനെ നമ്മളിവിടെ അധികം നേരം ഇങ്ങനെ അനങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകളൊക്കെ ബ്ലോക്ക് വരും, ഫ്രീസായിപ്പോവും. വേറെ എന്താ പറ്റിയ? ഇവനിവിടെ കിടക്കണത് ഏതാ? എന്താ പറ്റിയ? ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഹാഫ് ഡേ എടുക്കാന്ന്. പറ്റില്ല, നീ വെറുതെ നിൽക്കണ്ട, നമുക്ക് പോവാം. എഴുന്നേൽക്കാൻ പറ്റില്ലേ? എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്നോ? എടാ എന്ത് സെക്കൻഡ്, എനിക്ക് ഒട്ടും എഴുന്നേൽക്കാൻ പറ്റില്ല. വണ്ടി ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, വണ്ടി അവിടെ കിടക്കണം. എടാ ഈ തണുപ്പിൽ നീ ഇങ്ങനെ അനങ്ങാതിരിക്കല്ലേ, നീ എഴുന്നേറ്റ് നിൽക്ക. അറ്റ്ലീസ്റ്റ് ഞാൻ കൈ പിടിക്കാം. അവനെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടൽ മഞ്ഞും മൊത്തം വന്ന കാരണം വണ്ടിയൊക്കെ ഏത് സൈഡിലൊക്കെ കിടക്കണമെന്ന് പോലൊരു പിടിയില്ല. ഒരു സെക്കൻഡ് എന്നെ പൊക്കിക്കൊണ്ട് എനിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. ഒരു കാര്യം ചെയ്യാം, നിന്റെ കൈ പിടിക്കാം. ഒരു സെക്കൻഡ് അങ്ങനെ ഇരിക്കും. ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ എൻ്റെ മോനെ ഒന്ന് കയറി. ഓക്കെ അതെ, വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടോ കുട്ടാ, ഇത് നമുക്കൊരു ഓപ്ഷനുള്ളൂ. ഓക്കെ, അങ്ങോട്ട് നിന്ന് തള്ളി കൊണ്ടുകൊണ്ട് വരും. ഇവിടെ നമുക്ക് ഒരാളെ പോലും ഹെൽപ്പിനെ വിളിച്ച് കിട്ടില്ല. ഇന്നത്തെ ഇവിടെ -45 ഡിഗ്രിയിലാണ് ഇന്നത്തെ ടെമ്പറേച്ചർ ഇവിടെ നിൽക്കുന്നത്. അതുമാത്രമല്ല, ഇന്നത്തെ ഡ്യൂട്ടി, അതായത് ഔട്ട്സൈഡ് ഡ്യൂട്ടിയിലേക്ക് പോകരുതെന്ന് ഗവൺമെൻറ് അനൗൺസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ക്യാഷിന് നല്ല രീതിയിൽ ടൈറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കഠിനാധ്വാനം ചെയ്തിട്ട് ഇവിടുത്തെ കഷ്ടപ്പെട്ടിട്ടായാലും ഇന്നത്തെ ഒരു ഡ്യൂട്ടി നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ക്യാഷ് കിട്ടും ഗൈസ്. അപ്പോൾ നമ്മൾ ലോസ് ആൻഡോസിൽ നിന്ന് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ സൺ നമ്മുടെ നോർത്ത് സൈഡിലോട്ട് വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ്. നമ്മൾ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാണ്. നമ്മുടെ ഗേൾഫ്രണ്ടായ ആൻ, പുള്ളിക്കാരി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം ന്യൂയോർക്കിൽ. അപ്പോൾ പുള്ളിക്കാരിക്ക് അവിടെ വേറെ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം കുറച്ച് ക്യാഷ് കൊണ്ട് തന്നെയാണ് അവിടെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളും ഇവിടെ ജോലി ചെയ്തിട്ടുള്ള ക്യാഷ് കുറേയൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 നാട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരനൊക്കെ കണ്ട് നമ്മൾ ഏകദേശം കുറച്ച് കാലമായിട്ടുണ്ട്. നമ്മൾ ലോസ് ആൻഡോസിൽ നിന്ന് നമ്മുടെ ആ ഒരു നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഏകദേശം ഒരു 6 മാസത്തോളമൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര സ്ട്രഗിളാണ്. ഇവിടെ ഒടുക്കത്തെ തണുപ്പാണ്. ഇവിടെ തണുപ്പ് ഇത്രയും കൂടിയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വർക്കേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്കിവിടെ ജോലി സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് അവസ്ഥ കണ്ടില്ലേ. ഓക്കെ നമ്മൾ വലിച്ച് ഏകദേശം റോഡിൻ്റെ സൈഡ് കാണുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ കമ്പനി വണ്ടി ഉള്ളത്. നമുക്ക് ഇവിടുത്തെ ജോലി മതി. ഞാനേ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലോസ് ആൻഡോസിലോട്ട് എന്തായാലും നമുക്ക് പോകാൻ താല്പര്യമില്ല. നമ്മുടെ അച്ഛൻ്റെ നാട്ടിലോട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ നാട്ടിൽ നിന്ന് മാറിയിട്ട് പുള്ളിക്കാരുടെ നാട്ടിലോട്ട് തന്നെ നമുക്ക് ന്യൂയോർക്കിലോട്ട് പോയിട്ട് അവിടെ വല്ല ടാക്സി ഓടിച്ചിട്ടെങ്കിലും നിൽക്കാം. തണുപ്പിൽ സാലറി ഒക്കെ നല്ല രീതിയിൽ കൂടുതലുണ്ട്. പക്ഷേ ഇവിടുത്തെ വർക്ക് നമുക്ക് ഒട്ടും പറ്റുന്നൊരു പരിപാടിയല്ലോ. തന്നെ സെക്കൻഡ് വണ്ടിയിൽ ഡോറൊന്ന് തുറന്നോട്ടെ ഞാൻ. ഗായ്സ്, ഇവിടെ നമ്മൾ വണ്ടിയിലേക്കൊക്കെ ഇരുത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, പുള്ളി ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വണ്ടിയിൽ കയറട്ടെ. ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിലോട്ട് പോകണം. ഓക്കെ, ചെക്കൻ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. ഇവിടെ ഓക്കെ, റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെക്കൻ ഓക്കെ ആവുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടി എടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അത്ര വലിയ വഴിയൊന്നുമില്ല. നമുക്കിവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഒരു ഓഫീസ് വരുന്നത്. അവിടെ തന്നെയാണ് നമ്മൾ ഏകദേശം നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ അവിടെ തന്നെയാണ്. ഫുള്ള് മഞ്ഞ് തന്നെയാണ് കേട്ടോ. നമുക്ക് റോഡിലൊന്നും വണ്ടികൾ വളരെ കുറവാണ്. ഇതൊക്കെ ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ പോണത് കണ്ടത്. ഇവിടെ നമ്മൾ കുറച്ചങ്ങ് പോയിട്ട് റൈറ്റ് സൈഡിലോട്ട് നമുക്ക് തിരിയുമ്പോൾ ചെറിയൊരു ഷെൽട്ടർ ഉണ്ട്. അവിടെയാണ് നമ്മൾ താമസിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ഹാഫ് ഡേ ഡ്യൂട്ടി ആക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം നമുക്ക് വയ്യ, ഇത്രയും വർക്ക് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഈ തണുപ്പാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അതാണ് നമുക്ക് വർക്ക് ഇന്നത്തെ നമുക്കും ഒട്ടും വയ്യ. പക്ഷേ പുള്ളിക്കാരന് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് പുള്ളിക്കാരന് ഒട്ടും തന്നെ പറ്റുന്നില്ല. ഈ റോഡിൽ മഞ്ഞിങ്ങനെ വീഴുന്നതുകൊണ്ട് നമുക്ക് ഒട്ടും തന്നെ വ്യൂ കിട്ടുന്നില്ല. ഓക്കെ, റെയിൽവേ കോട്ടൊക്കെ കണ്ടു. പക്ഷേ റെയിൽവേ കോട്ടിൽ ട്രെയിനൊക്കെ എപ്പോഴാണ് വരാമെന്നൊരു ഐഡിയ ഇല്ല. ഈ മഞ്ഞ് ഇത്രയും പെയ്തുകൊണ്ട് നമുക്ക് വ്യൂ ഒട്ടും തന്നെ ഇല്ല. ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ വണ്ടിയോട് പോകുന്നത് നമുക്ക് പെട്ടെന്ന് വളരെ ക്ലോസ് ആകുമ്പോഴാണ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടുന്ന് ഇത് തന്നെയല്ലേ, ഇതെല്ലാം ഉണ്ട്. അടുത്ത റൈറ്റാണ് തോന്നുന്നുണ്ട്. വഴി മനസ്സിലാവുന്നില്ല. നമുക്ക് സ്ഥലം മൊത്തം ഇവിടെ മഞ്ഞ് വീണ കാരണം ഒരു പിടിയില്ല. ഓക്കെ, ഇവിടുന്ന് റൈറ്റാണ് കയറിപ്പോണം. കുറച്ചും പോകാൻ എല്ലാവരും പതിവ് തന്നെയാണ് പോകുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ ഒത്തിരി സ്പീഡിലൊന്നും എടുത്ത് പോകാനൊന്നും പറ്റില്ല. അത്രയും മഞ്ഞ് മൂടി കിടക്കുന്നതാണ്. മഞ്ഞ് മൂടിയത് മാത്രമല്ല, ഫുള്ള് ഇത്
നോക്കിയാൽ ഒരു വണ്ടിയൊക്കെ നമുക്ക് കണ്ണൊന്നും കാണാൻ തന്നെയാണ് അതിൻ്റെ അതിലേക്ക് കയറ്റിയാണ് കൊണ്ടുവരുന്നത്. റോഡ് ഇവിടെയാണ്. ഓക്കെ, പിന്നെ കുറച്ചുകൂടി ഇവിടെ നിർത്തി വെച്ച് കുറച്ച് മരങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഗൈസ് ഇവിടെയാണ് നമ്മുടെ ഒരു ഷെൽട്ടർ വരുന്നത്. ഇവിടെ അത്യാവശ്യം കുറച്ച് വീടുകളുണ്ട്, 4-5 വീടുകളുള്ളൂ, അത്ര തന്നെ ഉള്ളൂ. ഇവിടെ ശരിക്കും ജനവാസമില്ലാത്തൊരു മേഖല തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ. നമ്മളവിടെ വെൽഡറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിത് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്താ മോനെ ഒരു കാര്യം ചെയ്യും, ഈ വണ്ടിയിൽ തന്നെ ഇരിക്കും, പുറത്ത് നല്ല തണുപ്പ്. നമുക്ക് നമ്മുടെ ഓഫീസ് വന്നോട് പറഞ്ഞിട്ട് നമുക്ക് ഏകദേശം നമ്മളിവിടെ 6 മാസം നമ്മൾ ജോലി ചെയ്തിട്ടുണ്ട്. നമുക്ക് പേയ്മെൻറ്റൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് പെൻഡിങ് പേയ്മെൻറ്റ് വാങ്ങിയിട്ട് നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകും പൈസ. അല്ലാണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു തണുപ്പിൽ നിൽക്കാനുള്ള ഒരു ശേഷി ശരിക്കും ഇവിടുത്തുകാർക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ വന്നിട്ടുള്ള ജോലി ചെയ്യണവർക്കൊന്നും പറ്റില്ല, അത്രയും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഓഫീസിലത്തെ മെയിൻ ആളെ നമ്മൾ കണ്ടിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ നിന്ന് ബാലൻസ് പേയ്മെൻ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു ഇവിടെ തന്നെ നിന്നൂടെ, സാലറി കൂട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറ്റില്ല, നമുക്ക് ഇവിടെ നിന്ന് മതിയായി. കാരണം ഇവിടെ കുറച്ച് കാലം ഒരു 6 മാസത്തോളം നമ്മളിവിടെ നമ്മുടെ എപ്പിസോഡ്സിന് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ 6 മാസത്തെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മളിത് വീണ്ടും ഇവിടെ നിന്ന് ഇനി നമുക്ക് മാറിയിട്ട് ഇവിടെ ഈ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണി തീരും. അപ്പോൾ നമ്മൾ ബാലൻസ് ക്യാഷൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനോട് നമ്മൾ ബാലൻസ് പേയ്മെൻറ്റിന് പകരം ഒരു കാർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ ആയാലും മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു വെഹിക്കിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വണ്ടിയാണ്. അപ്പം നമുക്ക് ആ ഒരു വണ്ടി ടെമ്പററി തന്നേക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്യാഷ് അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ടാണ് വന്നത്. കുഴപ്പമില്ല, ആ കാശ് നമുക്ക് എന്തായാലും നമ്മളെ ഭയങ്കര വിശ്വാസമായിട്ടുള്ള ഒരു പുള്ളിക്കാരനാണ്. അപ്പോൾ ആ കാശ് നമുക്ക് നമ്മളവിടെ ന്യൂയോർക്കിൽ പോയിട്ട് നമുക്ക് ടാക്സി ഡ്രൈവ് ഒക്കെ ചെയ്ത്, അതായത് നമുക്ക് ഈ ഒരു വണ്ടിയാണ് ഇവിടെ കിടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് ടാക്സി ആയിട്ടെങ്കിലും അവിടെ ഓടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ക്യാഷൊക്കെ കിട്ടും. ന്യൂയോർക്ക് സിറ്റിയിൽ അത്യാവശ്യം ലക്ഷറി ലൈഫ് ആയിരിക്കില്ല അവിടെയുള്ള ആളുകളുടെ എന്നൊക്കെ. പേയ്മെൻറ്റ് ടിപ്പൊക്കെ നല്ല രീതിയിൽ കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ ആ ക്യാഷൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കാറിൻ്റെ പേയ്മെൻറ്റൊക്കെ നമുക്ക് കൊടുത്ത് തീർക്കാനൊക്കെ പറ്റും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇനി അവിടെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഗേൾ ഫ്രണ്ടിൻ്റെ ഒപ്പം താമസിക്കുകയും ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മളിപ്പോൾ ഗൈസ് ന്യൂയോർക്കിലോട്ടാണ് പോകാൻ പോകുന്നത്. അതായത് നമ്മുടെ ആൻ്റെ നാട്ടിലോട്ട്, നമ്മുടെ ഗേൾ ഫ്രണ്ടിൻ്റെ നാട്ടിലോട്ട് നമ്മൾ പോകണം. എന്തായാലും നമ്മൾ ലോസ് ആൻഡോസിലോട്ട് ജന്മം ഉണ്ടെങ്കിൽ പോകില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് വണ്ടി ഇതാണ്. വണ്ടി ഏത് മോഡലാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റോഡ് മാർഗം തന്നെയാണ് പോകുന്നത്. അത്യാവശ്യം കുറച്ച് വഴിയുണ്ട് ന്യൂയോർക്കിലോട്ട് ഇവിടുന്ന് എത്തണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിവിടുത്തെ ഇത്രയും കാലം ഒരു 6 മാസത്തെ ജോലിയും കാര്യങ്ങളൊക്കെ തീർച്ചയായും ഈ നാട്ടിൽ നമ്മൾ തിരിച്ചു പോകണം. ചെറിയൊരു വിഷമമുണ്ട്, കാരണം ഒരു 6 മാസം നമ്മൾ തീറ്റിപ്പോറ്റിയത് ഈ ഒരു നാടാണല്ലോ. അതുകൊണ്ട് ഇവിടുന്ന് പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമം കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ പറ്റാണ്ടാണ്, അതുകൊണ്ടല്ല റോഡിലൊന്നും അധികം വലിയ വെഹിക്കിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സ്ട്രെയിറ്റ് റോഡുകളാണ്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ എന്തായാലും നമുക്ക് ന്യൂയോർക്കിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കണ്ട് സെറ്റാക്കാം. ഗായ്സ്, അങ്ങനെ നമ്മളിതാ ന്യൂയോർക്കിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് ആകുമ്പോഴേക്കും നമ്മളിതാ ന്യൂയോർക്കിലോട്ടൊക്കെ എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ന്യൂയോർക്ക് നഗരത്തിലെ പുള്ളിക്കാരനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി അവിടുത്തെ ന്യൂയോർക്കിലെ മെയിൻ സെൻട്രൽ പാർക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ. അപ്പോൾ നമുക്ക് പുള്ളിക്കാരനെ മീറ്റ് ചെയ്തിട്ട് നമുക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യണം. നമുക്കിവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സുഖവാസത്തിൽ വന്നിരിക്കുകയല്ല, നമുക്ക് ജോലി ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് ന്യൂയോർക്കിൽ. ഒരു ഈവനിങ് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മളിതാ നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിലോട്ട് കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. പുള്ളിക്കാരിയുടെ അടുത്തേക്ക് നമുക്ക് ഒരു ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഒരു ട്രാവലിംഗ് ടൈം കൂടി മതി നമുക്ക്. അതുകൊണ്ട് കഴിഞ്ഞ് നമ്മൾ പുള്ളിക്കാരുടെ അവിടെ എത്തി. അപ്പോൾ നമ്മുടെ ന്യൂയോർക്ക് ടൗൺ നമ്മൾ വിചാരിച്ച പോലല്ല കേട്ടോ. എന്താ മോനെ സീനാണ്. നമ്മുടെ ലോസ് ആൻഡോസിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയാണ് നമ്മുടെ ന്യൂയോർക്ക് ലിബർട്ടി സിറ്റി. നമ്മുടെ ആ പാർക്കിൻ്റെ ആ ഒരു സൈഡിലോട്ടൊക്കെ എത്തിയിട്ടൊക്കെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ പാർക്ക് ന്യൂയോർക്കിൻ്റെ. അപ്പോൾ ഇത്രയും വലിയൊരു സിറ്റി ആയാലും പാർക്കും കാര്യങ്ങളും എന്താ പറയുക എൻവയോൺമെൻ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു US കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. LCPD പോലീസ് കോപ്പന്മാർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി ലെഫ്റ്റ് സൈഡിലായിട്ടാണോ ഒതുക്കേണ്ടത്? നമുക്ക് ഇവിടെ പുള്ളിക്കാരൻ നമുക്ക് വിളിച്ച് നോക്കി നോക്കാം. ലൊക്കേഷൻ ഇവിടെ അടുത്ത് എവിടെയാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വണ്ടി എന്തായാലും ഇവിടെ പാർക്കിംഗ് ഏരിയ ഒന്നല്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ആളുകൾ നടന്നു പോകുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാണ്. ഞാൻ ഇവിടെ എന്തായാലും വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ കുറേ മണിക്കൂർ നേരത്തെ ഒരു കുത്തിയിരുന്നിട്ടുള്ള ഓടിക്കലായിരുന്നു. വണ്ടി അത്യാവശ്യം നല്ല സെറ്റപ്പ് കൊണ്ടുതന്നെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി പുള്ളിക്കാരനെ നമുക്കിവിടെ തിരഞ്ഞ് കണ്ട് പിടിക്കണം. ഞാൻ എന്തായാലും പുള്ളിക്കാരനൊന്ന് ഫോൺ വിളിച്ച് നോക്കി നോക്കട്ടെ. ഓക്കെ, പുള്ളിക്കാരോട് അടുത്ത് തന്നെ കേട്ടോ. ഈ ഒരു തടാകത്തിൻ്റെ ഈ ഒരു വെള്ളത്തിൻ്റെ ഭാഗത്ത് തൊട്ട് ഓപ്പോസിറ്റ് അപ്പുറ സൈഡാണ് ശരിക്കും. അപ്പോൾ ഇവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബോട്ട് ഒക്കെ എടുത്തിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. സർവീസ് ഇവിടെ ക്യാഷ് കൊടുത്തിട്ട് പോകണം തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ചേച്ചിയും ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നൊക്കെ തന്നെ ഉണ്ട് വർത്താനം പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് അപ്പുറം കിടക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി ആ ഒരു സൈഡാണ് പാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചൊന്ന് ഓടാം. എന്തായാലും വണ്ടിയിൽ കുറേ നേരം നമ്മൾ ഇരുന്നതല്ല അനങ്ങാതെ. നമുക്കൊന്ന് ഓടി നോക്കി നോക്കാം. അത് അവിടെ നിൽക്കുന്നുണ്ട് പുള്ളിക്കാരി അങ്ങോട്ട് നോക്കിയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു വഴിക്കാണ് വന്നേക്കണമെന്ന് മനസ്സിലായിട്ടില്ല.
ഓക്കെ, ഇതാ അവിടെ നിൽക്കുന്നുണ്ട്, ഫോണും നോക്കിയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ എവിടെയാണെന്ന് അറിയാണ്ട് വിഷമിച്ചിരിക്കണോ. അങ്ങനെ അല്പസമയത്തിന് ശേഷം പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ ഹാപ്പി അല്ല. പുള്ളിക്കാരിക്ക് ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഹോസ്റ്റൽ ഫീ തന്നെ നല്ല രീതിയിൽ കൂടുതലാണ്. പുള്ളിക്കാരിക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓവർ ടൈമൊക്കെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ അടുത്തായിട്ട് ഗവൺമെൻറ് ഓവർ ടൈം സ്റ്റുഡൻസിന് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇവർ നല്ല രീതിയിൽ ഇവരെ സ്റ്റുഡൻസ് കൂടിയിട്ട് ഇവിടെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷേ യാതൊരു രീതിയിലുള്ള ഒരു കോംപ്രമൈസും ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഹോസ്റ്റൽ ഫീയും ഒക്കെ കൂടി കഴിഞ്ഞിട്ട് ഇവർക്ക് അവരെ യൂണിവേഴ്സിറ്റിയുടെ ഫീ തന്നെ നല്ല രീതിയിൽ പേയ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ $25,000 ഈ അടുത്ത് തന്നെ ഏകദേശം 4 ദിവസത്തിനുള്ളിൽ തന്നെ കറക്റ്റ് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ തന്നെയാണ് ഇവർക്ക് എക്സാമിന് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് പുള്ളിക്കാരി ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരിക്ക് ഓൾറെഡി അറിയാം നമ്മൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് അവിടെ ജോലി ചെയ്യുന്നതെന്നും കാര്യങ്ങളൊക്കെ. നമ്മൾ യാതൊരു രീതിയിലും ഇതുവരെയും ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ $25,000 ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും പുള്ളിക്കാരി യൂണിവേഴ്സിറ്റി വിടാന്നുള്ള അത്രയും വിഷമിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. എന്തായാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ക്യാഷ് ഞാൻ എങ്ങനെയും അറേഞ്ച് ചെയ്യാം. 3 ദിവസത്തിനുള്ളിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ എനിക്ക് ക്യാഷ് തരാണ്ട്, അവൻ എന്തായാലും നാളെ മറ്റന്നാളായിട്ട് ക്യാഷ് തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി അത് നീ നോണ പറയുന്നല്ലേ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളത് എന്തായാലും നോണെന്നല്ല, ഇവിടെ എന്തായാലും ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട്, സെറ്റാണ്, എന്തായാലും നിനക്കത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സമാധാനിപ്പിച്ചിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ശരിക്കും ക്യാഷ് ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി എന്തായാലും ഇവിടെ ലേഡീസ് ഹോസ്റ്റലാണ്, അവിടെ അന്യപുരുഷന്മാർക്കൊന്നും ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുഴപ്പമില്ല, ഇന്നത്തെ ഒരു ദിവസം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി യാത്രയൊക്കെ ചോദിച്ചിട്ട് ഇവിടെ എന്തായാലും ഇവർക്ക് ഹോസ്റ്റലിന് ടൈമുണ്ട്, 6 മണിക്കുള്ളിൽ ഇവിടെ കയറണം, അങ്ങനത്തെ കുറേ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഓക്കെ ഇപ്പോൾ പൊക്കോട്ടെ, നമ്മളെന്തായാലും അത് വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഗൈസ്. അപ്പോൾ എന്തായാലും $25,000 ഉണ്ടാക്കണം പെട്ടെന്ന് തന്നെ. ഏകദേശം 3 ദിവസത്തെ സമയമുള്ളൂ നമുക്കത് എന്തായാലും ഉണ്ടാക്കി പുള്ളിക്കാരുടെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് ജീവിക്കാൻ വേറെ എവിടെയെങ്കിലും പോയിട്ട് 2 പേർക്ക് നല്ല രീതിയിൽ, അവൾക്ക് പിന്നെ നല്ല രീതിയിൽ ജോലിയും കാര്യങ്ങളൊക്കെ ആവും എക്സാമും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ നമുക്ക് ഇനി ഒരു ടാർഗറ്റ് ഉണ്ട്, ഇപ്പോൾ ഒരു ലക്ഷ്യബോധം വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും $25,000 പെട്ടെന്ന്, ഈ ടാക്സി ഓടിച്ചിട്ട് $25,000 ഒന്നും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആരോടെങ്കിലൊക്കെ ഹെൽപ്പൊക്കെ ചോദിച്ച് നോക്കി നോക്കാം. നമ്മുടെ ചെറിയ ഫ്രണ്ട്സുകളോടൊക്കെ നമുക്കൊന്ന് വിളിച്ച് ചോദിച്ച് നോക്കി നോക്കാം. നമുക്ക് എങ്ങനെയല്ല എല്ലാവരെയും ഒരു ഡൊണേഷൻ പോലെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വരുക്കൂട്ടിയിട്ട് നമുക്ക് $25,000 പെട്ടെന്ന് തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അടച്ച് തീർത്ത് നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം ഗൈസ്. എന്തായാലും ഒരു പിടിയില്ല. ഈ അന്യനാട്ടിൽ വന്നിട്ട് ഇവിടെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇല്ലീഗലായിരിക്കും. ഇല്ലീഗലായിട്ടുള്ള വർക്കുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, നമ്മളപ്പൻ്റെ പോലെ തന്നെയാവും. നമ്മൾ അങ്ങനത്തെ ഒരു ലൈഫ് വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ അത് അവിടെ നിന്നൊക്കെ മാറി നിൽക്കുന്നത്. പിന്നെ ഫ്രാങ്കളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്യാഷ് വേണം കിട്ടും, യാതൊരു രീതിയിലുള്ള മടിയില്ല പുള്ളിക്കാരൻ. പക്ഷെ അതൊരു ബ്ലഡ് മണിയാണ്, നമ്മളത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു ശപഥം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ക്യാഷ് ഒരിക്കലും മേടിക്കില്ല. എല്ലാ രീതിയിലും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആകെ ഒരു $5,000 അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. സമയം ഇപ്പോൾ 6 മണി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് 2 ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ ഒരു ദിവസം എന്തായാലും കഴിഞ്ഞു. നമുക്കൊരു 48 മണിക്കൂറിനുള്ളിൽ ഒരു $20,000 ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പിടിയില്ല. പുള്ളിക്കാരി ടെൻഷൻ ആവണ്ടെന്ന് വെച്ചിട്ട് നമ്മളൊരു ആവേശത്തിന് കയറി പറഞ്ഞതാണ്. നമുക്കൊരു ഐഡിയ ഇല്ല, എല്ലാവരും വിളിക്കാനുള്ളവരൊക്കെ ഞാൻ വിളിച്ചിട്ടൊക്കെ തന്നെയുണ്ട് ഗൈസ്. നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഇയാൾ ഈ ഒരു ഡോഗിനെ നടത്തിക്കാൻ കൊണ്ട് വന്നിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു. ഇയാൾ അത്യാവശ്യം ഇവിടെ ബിസിനസ് മാനൊക്കെ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരനൊരു ഓഫർ വെച്ചിട്ടുണ്ട്. കാരണം നമ്മളിവിടെ ഇരുന്നിട്ട് ഫോൺ ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരൻ കേട്ടിട്ടൊക്കെ തന്നെയായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു $20,000 വേണമെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെങ്കിൽ തരാമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ടുള്ള കുറച്ച് ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ലോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും എവിടെയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് പുള്ളിക്കാരൻ പറയുന്നത്. പുള്ളിക്കാരൻ ആ സ്ഥലവും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് നീ അത് ഓഫർ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ $20,000 ഇപ്പോൾ തന്നെ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ട് തരാമെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീ പേടിക്കുന്ന പോലെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നിനക്ക് ഫുൾ സെക്യൂരിറ്റിയും കാര്യങ്ങളും, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഉള്ള ഒരു ഗ്യാരണ്ടി. ഒരു പരിചയമില്ലാത്ത ഒരാളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എനിവേ $20,000 ഒറ്റയടിക്ക് ഇയാൾ അഡ്വാൻസ്ഡ് ആയിട്ട് തരാമെന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാണ്. അപ്പോൾ പുള്ളിക്കാരൻ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഓഫർ. ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളിക്കാരൻ മൊബൈൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് തന്നിട്ടൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതാരും ഇതിൻ്റെ ഇടയിൽ കടന്നു പോടാ. പുള്ളിക്കാരൻ പറയുന്നത് നമ്മുടെ ഒരു ചരക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദനമാണ് ഗൈസ്. നമ്മൾ പുഷ്പയിലത്തെ ജോലി ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട് കേട്ടോ, പുഷ്പരാജനാകുമ്പോൾ നമ്മളങ്ങനെ. ഓക്കെ, അപ്പോൾ ഇയാളുടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് അവിടുത്തെ എല്ലാവരും കൂടി തടവിൽ വെച്ചേക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല അടിപൊളി പോലീസുകാരൊന്നും ആയിട്ടൊന്നുമല്ല, കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ
അയാൾ ആദ്യം അവർ കൈക്കൂലി വെച്ചപ്പോൾ കൊടുത്തില്ല എന്ന്. അപ്പോൾ കൊടുക്കാണ്ട് വന്നിട്ട് പിന്നെ അയാൾ അവർക്ക് കൈക്കൂലി കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അവന്മാർക്ക് അവന്മാർ ഭയങ്കര വലിയ തുകയാണ് ചോദിക്കുന്നത്. അപ്പോൾ നീ ആ ഒരു ട്രക്ക് അവിടെ നിന്ന് നീ കടത്തിക്കൊണ്ട് വരിക, അതിൻ്റെ ഇടയിൽ നീ എന്ത് കുഴപ്പമുണ്ടാക്കിയാലും പ്രശ്നമില്ല, അയാൾ ഫുൾ നിയമപരമായിട്ടായാലും അല്ലാണ്ടായാലും അയാൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് അയാൾ നമുക്ക് പേയ്മെൻറ്റൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോസ് ആൻഡോസിലോട്ട് പോകണം. അപ്പോൾ ആ ഒരു നാട്ടിലോട്ട് പോകരുത് നമ്മൾ ശബ്ദം ചെയ്തിരിക്കുമായിരുന്നു. എന്തായാലും വേറെ വഴിയില്ല, നമുക്ക് അങ്ങോട്ട് പോകണം. കാരണം നമ്മൾ ഇന്ന് അവിടെ പോയി നാളെ മോർണിംഗ് ആകുമ്പോഴേക്കും അവിടെ എത്തുന്നു. അതിനുശേഷം ഇന്ന് നമ്മൾ നൈറ്റ് തന്നെ നമുക്ക് ഏകദേശം ഇവിടുന്ന് അധികം വഴിയില്ല ഇനി ലോസ് ആൻഡോസിലോട്ട്. ഇവിടുന്ന് നമ്മൾ തിരിക്കുന്നു. നമുക്ക് നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു സംഭവം ചെയ്തിട്ട് ഈവനിങ് ആകുമ്പോഴേക്ക് തിരിച്ചു വരുന്നു. നമുക്ക് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ പരിപാടി തീർക്കാം. ക്യാഷ് നമുക്ക് ഓൾറെഡി ആൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പുള്ളിക്കാരിക്ക് നമ്മുടെ ഗേൾഫ്രണ്ടിനെ അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പുള്ളിക്കാരനോട് ഓക്കെ പറഞ്ഞിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങാം. ക്യാഷും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ലോസ് ആൻഡോസിലോട്ട് പോകണം. ആരോടും പറയുന്നില്ല, നമ്മുടെ തന്തപ്പിടി ഇത് അറിയുമെന്നൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. അപ്പോൾ കാശ് നമ്മളൊരു ദിവസം കൊണ്ട് തന്നെ ഒരുവിധം എല്ലാം ട്രാവൽ ചെയ്തിട്ടുണ്ട്. മോനിത് ഏതാ വണ്ടി കിടക്കും നോക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ജോലികളൊക്കെ ഇവിടുത്തെ എന്താ പറയുക ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്ന് നമ്മൾ ടാക്സി ഡ്രൈവറായി ഇത് ജോലി ചെയ്യാമെന്നൊക്കെ നമ്മൾ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് എമർജൻസി ആയിട്ടൊരു ക്യാഷ് വന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്തരം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. എന്തായാലും വൺ ടൈമാണ് നമ്മൾ ചെയ്യുള്ളൂ, നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഒരു ഇതുപോലത്തെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളേ അല്ല. അപ്പോൾ ഇത് നമ്മൾ നേരെ കത്തിച്ച് വിടുക. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വേഗം തിരിച്ചു വരാം. ന്യൂയോർക്കിലാണ് നമ്മുടെ ജീവിതം, നമ്മൾ എന്തായാലും ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ലോസ് ആൻഡോസിലോട്ട് നമ്മുടെ ഒറിജിനലായിട്ടുള്ള നമ്മുടെ നാട്ടിലോട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഒരാളെ വിളിച്ചിട്ട് ശരിയാക്കി തന്നിട്ടുണ്ട്. അതായത് ഒരു ബാർണർ ഹൗസിലോട്ട് നമുക്ക് പോകേണ്ടി വരും. അവിടെ പോയിട്ട് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ അയാൾ നമുക്ക് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പുള്ളിക്കാരൻ്റെ അവിടെ നിന്ന് സ്റ്റേ ചെയ്യാം. അതിനുശേഷം നമുക്ക് മോർണിംഗ് ആകുമ്പോഴേക്കും നമുക്ക് ഫോറസ്റ്റിലോട്ട് കയറേണ്ടി വരും. പുള്ളിക്കാരൻ അവിടെ നിന്ന് ട്രക്ക് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ട്രക്കും കൊണ്ട് നമ്മൾ അവിടെ പോകണു. അവിടെ പോയിട്ട് നമ്മൾ എങ്ങനെയും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും, ഒരു പിടിയില്ല. അവിടെ നമുക്ക് ആ ഒരു ചന്ദനം ഉള്ള ഒരു ലോറി നമുക്ക് ഇങ്ങോട്ട് കടത്തിക്കൊണ്ട് വരണം. ഇവിടേക്ക് നമ്മുടെ ന്യൂയോർക്കിലോട്ട് എത്തിക്കണം. അതുവരെയുള്ള എല്ലാ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളും കോംപ്ലിക്കേറ്റഡ് ഒക്കെ വരുമ്പോൾ ഒക്കെ നമ്മളത് സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടണം. എന്തെങ്കിലും പോലീസ് പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയില്ല, ഒരു പിടിയില്ലാത്ത കാര്യമാണ്. ഇവിടെ നിന്ന് നമുക്ക് അധികം വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നിന്ന് ഏകദേശം 8 കിലോമീറ്ററും കൂടി നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഫോറസ്റ്റിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ആ ഒരു പുള്ളിക്കാരൻ്റെ ഒരു വീട് വരുന്നത്. ഏകദേശം ഒരു ഫാം ഹൗസിൻ്റെ ഭാഗത്തായിട്ടാണ് ആ ഒരു സ്ഥലം വരുന്നത്. അവിടെ നമുക്കൊന്ന് സ്റ്റേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ വലിയ പരിപാടിയൊന്നുമില്ല. ഇന്നത്തെ ദിവസം ഫുള്ള് ട്രാവലിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മൾ ആ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടേക്ക് വന്നത് നമ്മുടെ അപ്പനൊന്നും അറിയില്ല. നമ്മുടെ ഫ്രാങ്കളുടെ ഫ്രണ്ട്സിനൊന്നും നമ്മൾ അറിയിക്കാണ്ട് ആരോട് പറയാണ്ട് മിണ്ടാപ്പൂച്ചരെ പോലെയാണ് നമ്മൾ ഈ ഒരു നാട്ടിലോട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വീണ്ടും വരും, നമ്മളെ കാണും, കുറേ കാശ് തരാമെന്ന് പറയും, പിന്നെ കുറേ വാഗ്ദാനങ്ങൾ വരും. പിന്നെ നമ്മൾ പുള്ളിക്കാരൻ്റെ ഒപ്പം പഴയതുപോലെ തന്നെ വീണ്ടും നിൽക്കും. നമ്മൾ പണ്ട് അതുപോലെ നിന്നിട്ടാണ് പുള്ളിക്കാരി നമ്മുടെ ഗേൾഫ്രണ്ടിനെ തട്ടിക്കൊണ്ടുപോലൊക്കെ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും. അതിലാകെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ വീണ്ടും വഴക്കിട്ടിട്ടാണ് നമ്മൾ ആ ഈ നാട്ടിൽ നിന്ന് വിട്ടുപോയത്. ഈ വഴി കഴിഞ്ഞു പോയി. ഈ ഊപ്പുറത്തെ വഴിയായിരുന്നു. സെക്കൻഡ് വർത്താനം പറഞ്ഞിട്ട് അങ്ങോട്ട് കടന്നുപോയി. ഓക്കെ, നമ്മളിവിടെ നിന്ന് റോങ് സൈഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മളിവിടുത്തെ റൂളുകളൊന്നും പാലിച്ചില്ലെങ്കിൽ പോലീസ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ വീട് വരുന്നത്. അവിടെ നമുക്ക് നോക്കി നോക്കാം. നമ്മളെന്തായാലും ഫോൺ വിളിച്ച് നോക്കിക്കോട്ടെ. പുള്ളിക്കാരൻ്റെ പുറത്തിറങ്ങി നിൽക്കാൻ പറയും. ഓക്കെ, ഈ വഴി തന്നെയാണ്. ഈ വഴി നേരെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാമെന്ന് പറയുന്നുണ്ട്. അയാൾ പുറത്തുനിന്ന് കൈ വീശുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓക്കെ, ഇത് തന്നെയാണ് തോന്നുന്നുണ്ട് ബാൺ ഹൗസ്. അതായത് കൈ കൊണ്ട് വീശുന്നുണ്ട്. ഇവരെന്താ പ്രശ്നം? എന്താ ചേച്ചി പ്രശ്നം? വണ്ടി കംപ്ലൈൻ്റ് ആയിരുന്നു. ഒരു സെക്കൻഡ്. ഓക്കെ ചേട്ടാ, ഓക്കെ കണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ സൈഡ് കൊടുക്കാം. ഈ ഒരു വാനാണല്ലോ ഇയാൾ പറഞ്ഞത്. ഈ ഒരു വാനാണ് ഗൈസ്, നമ്മുടെ ഈ റെഡ് കളറിലെ വാനുണ്ടല്ലോ, ഈ ഒരു വാനിലാണ് ഫോറസ്റ്റിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, ഇന്ന് ഫുള്ള് നമ്മൾ ഡ്രൈവിംഗ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. അവിടെ എന്തോ പ്രശ്നം പറഞ്ഞിട്ട് അവിടെ വണ്ടി കംപ്ലൈൻ്റ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ചേട്ടനോട് പറട്ടെ. ഹലോ ചേട്ടാ. ഓക്കെ, പുള്ളിക്കാരൻ നമ്മുടെ ആളോട് അവിടുത്തെ നമുക്ക് ഈ ബിസിനസ് തന്ന ഒരാളോട് അവിടെ വിളിച്ചറിയിക്കുന്നൊക്കെ തന്നെയുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു പ്രശ്നം തീർക്കാം. ഓക്കെ, ഇയാളോട് പിന്നെ സംസാരിക്കാം. ഇവർക്ക് എന്താ പ്രശ്നം? ഇവർ വണ്ടി റിപ്പയറിങ് എന്താണ് റിപ്പയറിങ് ആണോ? പുള്ളിക്കാരി പറയുന്നത് വണ്ടി റിപ്പയർ ചെയ്യാൻ ഇവിടെ മെക്കാനിക്കലൊന്നും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഹസ്ബൻഡിനെ ഒന്നും അറിയില്ല. ഇയാൾ കുറേ നേരം കുത്തിരുന്ന് നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു സെക്കൻഡ് ചേട്ടൻ മാർക്ക്, ഞാൻ നോക്കിയോളാം, ഞാൻ നോക്കാം. ചേട്ടൻ മാർക്ക്. ഐസ് വണ്ടിയുടെ എൻജിൻ മൊത്തം കത്തിപ്പോയി തോന്നുള്ളൂ. മൊത്തം പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തുണ്ടായത്? നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തുണ്ടായേ? പുള്ളിക്കാരി പറയുന്നത്
ഇപ്പം എന്താണെന്നറിയില്ല, പെട്ടെന്ന് വണ്ടി ഓഫായി. പിന്നെ അതാ ഈ പുക വരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ചെറിയ രീതിയിൽ മെക്കാനിക്കാണ് നമ്മൾ, അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, നമ്മളിതാ വണ്ടിയിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയൊക്കെ. ഓക്കെ ഗായ്സ്, വണ്ടി ഇതാ സ്റ്റാർട്ടൊക്കെ ആയിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, പുള്ളിക്കാർ ഒത്തിരി താങ്ക്സ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നിൽക്കട്ടാ, വണ്ടി എടുക്കല്ലേ കേട്ടോ, എന്നെ നെഞ്ഞത്തോടെ എടുക്കല്ലേ സെക്കൻഡ്, ഞാൻ പറഞ്ഞിട്ട് വണ്ടി എടുക്കാൻ പാടുള്ളൂ. ചേച്ചി കുറച്ചും കൂടി പണിയുണ്ട്. ഇത് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് വഴി കിടക്കും. പിന്നെ മോനെ, ഇതിൻ്റെ ഉള്ളിൽ നിന്റെ തല കരിഞ്ഞു പോകുന്നുണ്ട്. ആ റേഡിയോയിൽ നമ്മുടെ പാട്ടാണ്. കുറച്ച് വോളിയം കൂട്ടി വെച്ചോ ചേച്ചി. ചേട്ടനോട് കുറച്ച് വോളിയം കൂട്ടി വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. കുറച്ചുകൂടി വോളിയം വെക്കാൻ പറഞ്ഞു. അപ്പോൾ പണിയെടുക്കാൻ കുറച്ചുകൂടി ഉഷാറുണ്ടാവും.